ഇന്ത്യ ഗേറ്റ് ഭാരതത്തിന്റെ അടയാളമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായ മെസപ്പൊട്ടാമിയൻ പോരാട്ടത്തിൽ സ്വജീവൻ ബലിദാനം നൽകേണ്ടി വന്ന വീരസൈനികരുടെ പേരുകൾ പതിഞ്ഞ തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന അഭിമാനം. അത് കാണാൻ മോഹിക്കാത്തവരും ഇന്ത്യ ഗേറ്റിനു മുന്നിൽ നിന്ന് ചിത്രം പകർത്താൻ കൊതിക്കാത്തവരും കുറവായിരിക്കും. ഇന്ത്യ ഗേറ്റ് കാണാൻ ഡൽഹിയിൽ വന്നിട്ടുള്ളവർക്കറിയാം, ശൂന്യമായൊരു പീഠം. ആ പീഠത്തിൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ബ്രിട്ടീഷ് ഇന്ത്യയുടെയും സ്വതന്ത്ര ഇന്ത്യയുടെയും കൂടെ ചരിത്രമാണ്. ചരിത്രം കൂടുതൽ പറയാനുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്താണെങ്കിലും രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ നിർമ്മിതിയാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയെ കച്ചവട കണ്ണോട് നോക്കി പിന്നീട് ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടന് വേണ്ടി, അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയാണ് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മെസപ്പൊട്ടാമിയയിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായാണ് ഇന്ത്യ ഗേറ്റ് സ്ഥാപിച്ചത്. ന്യൂഡൽഹി നഗരം പണിയാൻ തുടങ്ങിയപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. പിന്നീട് നിർമ്മാണം നിർത്തിവെച്ചു. പോരാട്ടത്തിന് ശേഷമുള്ള കണക്കെടുപ്പിൽ ബ്രിട്ടൻ തിരിച്ചറിഞ്ഞു, മെസപ്പൊട്ടാമിയയിൽ യുദ്ധത്തിൽ പോരാടി വീണത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ്. ഇവർക്കായി ഉചിതമായൊരു സ്മാരകം വേണമെന്ന ആവശ്യത്തിനൊടുവിലാണ് ഇന്ത്യ ഗേറ്റ് പണിയുന്നത്. 1921 നിർമ്മാണത്തിന് തുടക്കമായി. രൂപകൽപ്പന എഡ്വിൻ ലൂട്ടിൻ്റേത്. 10 വർഷത്തിനു ശേഷം 1931 എർവിൻ പ്രഭു 42 മീറ്റർ ഉയരമുള്ള ഇന്ത്യ ഗേറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗേറ്റും അതിന് താഴെ 1971 സ്ഥാപിക്കപ്പെട്ട അമർ ജവാൻ ജ്യോതിയും വീരമൃത്യു വരിച്ച മുഴുവൻ സൈനികരുടെയും യുദ്ധസ്മരണയ്ക്കായി പിന്നീട് മാറി.